ചതയ നക്ഷത്രക്കാർ നല്ലൊരു പോരാളിയാണ്, നല്ല ഹീലറാണ്, നല്ല ട്രൂത്ത് സീക്കറുമാണ്. ചതയ നക്ഷത്രക്കാർ പൊതുവെ ചതിക്കും, ചതിക്കപ്പെടും, എല്ലാം നിങ്ങൾക്ക് നടക്കും. നിങ്ങളുടെ ലൈഫ് മൊത്തം ഒരു നല്ല ഡ്രാമ നിറഞ്ഞ ഒരു സിനിമ പോലെയാണ് എപ്പോഴും ഉണ്ടാവുക. ഒരു നോർമലായിട്ട് ഒരാൾ ജനിച്ച് ജീവിക്കണ പോലെ നിങ്ങൾ പോവുകയില്ല. നല്ല ഉയർച്ചയുണ്ടാവും, നല്ല താഴ്ചയുണ്ടാവും, ചതിക്കപ്പെടും, എല്ലാം ഉണ്ടാവും. അത് നിങ്ങൾ എല്ലായ്പ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾ സാധാരണ ക്രൗഡുള്ള സ്ഥലത്ത് അങ്ങനെ ബ്ലെൻഡ് ആവില്ല, സ്വന്തം വഴിയിലൂടെ മാത്രം നടക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്. ആരുടെ കീഴിൽ നിങ്ങൾക്ക് ഒട്ടും നിൽക്കാൻ പറ്റില്ല. റൂൾസ് അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിലപ്പോൾ ഫോളോ ചെയ്യില്ല. സയൻറ്റിഫിക് അല്ലെങ്കിൽ ലോജിക്കായിട്ട് മാത്രമേ നിങ്ങൾ തിങ്ക് ചെയ്യുള്ളൂ. സോളിറ്റ്യൂഡ് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളുടെ വേദനയൊക്കെ സക്സസ് ആക്കി മാറ്റാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. സൊസൈറ്റിയിൽ ഡിഫറൻ്റ് എന്ന ലേബൽ നിങ്ങൾ ചെയ്യപ്പെടും. നിങ്ങൾക്ക് ഭാവിയെ പറ്റിയിട്ടുള്ള നല്ലൊരു ചിന്ത തന്നെയുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ നല്ല രീതിയിൽ എന്തായാലും ഉണ്ടാവും. ഹേർട്ടായാൽ നല്ല കംപ്ലീറ്റ്ലി ഡിസ്കണക്റ്റ് ആവും. ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു ഡെപ്ത് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. എനിക്ക് ആരുടെയും സിമ്പതി വേണ്ട എന്നൊരു മൈൻഡ് സെറ്റും ഉണ്ട്. ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയും ചെയ്യും, പക്ഷെ ആരോടും പറയുകയില്ല. ഈ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്സ് ഉണ്ടായിരുന്നു. ടോട്ടൽ ഒരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു. പഴയ ട്രോമ അതെല്ലാം വരാൻ സാധ്യതയുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു റിയലൈസ് നിങ്ങൾ ചെയ്തു. കരിയറിലാണെങ്കിൽ സിസ്റ്റത്തോട് ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു. ജോലിയിൽ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. സഡൻ ബ്രേക്ക്, ലീവ്, ഡിറ്റാച്ച്മെൻറ്റ് എല്ലാം ഉണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൽ ഇമോഷണലി എന്തായാലും ഷട്ട് ഡൗൺ ആയി ഉണ്ടാവും, അല്ലെങ്കിൽ അത് നിർത്തിയിട്ടുണ്ടാവും. ആൾക്കാരെ നിങ്ങളായിരിക്കും ചിലപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവുക. ഫേക്ക് ആണെങ്കിൽ അതും നിങ്ങൾ എന്തായാലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും, വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം സ്റ്റേബിൾ ആയാലും സാറ്റിസ്ഫൈഡ് അല്ല. അൺഎക്സ്പെക്റ്റഡ് മെഡിക്കലായിട്ടുള്ള എക്സ്പെൻസൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. സേവിങ്സിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടാവും. ജനുവരി ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷണൽ ഡീറ്റോക്സ് മന്ത് തന്നെയായിരുന്നു. ഈ ഫെബ്രുവരിയിൽ പുതിയൊരു ഐഡിയ എന്തായാലും മനസ്സിൽ വരും. ടെക്, റിസർച്ച്, ഹീലിംഗ്, സൈക്കോളജി ഫീൽഡിലുള്ളവരൊക്കെ ഷൈൻ ചെയ്യാൻ പറ്റും. ഫ്രീലാൻസ്, ഇൻഡിപെൻഡൻറ്റ് വർക്ക് എന്തായാലും ഫേവർ ആയിരിക്കും. അതോറിറ്റി ഇഷ്യൂ എന്തായാലും കുറച്ച് കുറവാകും. ഫെബ്രുവരി 12 ശേഷം ഒരു ക്ലാരിറ്റി എന്തായാലും കിട്ടും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ സ്ലോ ആണ്, പക്ഷെ സ്റ്റേബിളാണ്. മെഡിക്കൽ, ഹീലിംഗ്, ടെക് ബേസ്ഡ് ഇൻകം എന്തായാലും പോസിബിളാണ്. ബിഗ് റിസ്ക് എന്തായാലും, വലിയ റിസ്ക് എന്തായാലും അവോയ്ഡ് ചെയ്യണം. ഫെബ്രുവരി ഒരു റീബിൽഡ് മന്താണ്, അല്ലാണ്ട് ജാക്ക് പോട്ട് മന്തല്ല. പഴയ ടോക്സിക് ബന്ധങ്ങളുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ക്ലോസ് എന്തായാലും ചെയ്യും. സോൾ ലെവൽ കണക്ഷൻ എന്തായാലും പോസിബിൾ ആയിരിക്കും. ഇമോഷണൽ ഓണസ്റ്റി എന്തായാലും നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. സിംഗിൾ ആയവർക്ക് ഒരു അൺയൂഷ്വൽ പാർട്ട്ണർ കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. ഒരു സർഫേസ് ലെവൽ ലവ് ആണെങ്കിൽ അതെന്തായാലും കിട്ടുകയില്ല. ഡീപ്പ് ലെവൽ കണക്ഷനാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത്. മാനസികപരമായിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ച് ഹീലിംഗ് പേസാണ്. തെറാപ്പി, മെഡിറ്റേഷൻ, ജേർണലിംഗ് ഇതെല്ലാം നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യും. നെർവസ് സിസ്റ്റം എന്തായാലും ഒന്ന് നല്ല രീതിയിൽ കെയർ ചെയ്യണം. നന്നായിട്ട് ഉറങ്ങിയാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം. ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ലതേ വരും. വിദ്യ അഭ്യസിക്കുന്നവരാണെങ്കിൽ റിസർച്ച്, സയൻസ്, മെഡിക്കൽ, സൈക്കോളജി എന്നിവയിലൊക്കെ എന്തായാലും ഒന്ന് ശോഭിക്കും. കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്ത് എഴുതണം എന്നുള്ള ഒരു ക്ലാരിറ്റി എന്തായാലും വരും. നല്ല ഫോക്കസ് നിങ്ങൾക്ക് ഫെബ്രുവരി അവസാനം കിട്ടും. ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരുപാടായാൽ അത് പാടില്ല, കുറച്ച് അവോയ്ഡ് ചെയ്യുക. ആരും എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നൊരു വിചാരം വേണ്ട. അഡിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. അത് ഈ ഉറക്കത്തിൻ്റെ അഡിക്ഷൻ ചിലർക്ക് കൂടുതലായിരിക്കും, അതും ഒഴിവാക്കണം. അതുപോലെ ഫോൺ നോക്കലും ഒഴിവാക്കണം. ചതയ നക്ഷത്രക്കാർ സമൂഹത്തിന് മുമ്പേ കാലം കാണുന്നവരാണ്. നിങ്ങൾ എന്താ വെച്ചാൽ പൊതുവേ ഒരു ശരാശരി മനുഷ്യൻ ചിന്തിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ചിന്തിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതലും ഒറ്റപ്പെടുന്നത്. ഒറ്റപ്പെടുന്നത് നിങ്ങൾക്ക് ശക്തി തന്നെയാണ്.